മുജാഹിദ് പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ പറഞ്ഞു. മനുഷ്യ കഴിവിന് അതീതമായത് പ്രാർത്ഥനയാണ്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യത്തിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാൽ പ്രാർത്ഥനയാണ്. ചിലയിടത്ത് സൃഷ്ടി കഴിവിന് അതീതമായ കാര്യത്തിൽ അല്ലല്ലാത്തവർ ആരോട് തേടിയാലും ജിന്നിനോടും മലക്കിനോടും അതുപോലെ തന്നെ ഔലിയാക്കളോടും അമ്പിയാക്കളോടും ഒക്കെ തേടിയാൽ ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സൃഷ്ടി കഴിവിൽ ഇവരെന്ത് ചെയ്തു? മലക്കിനെയും ജിന്നിനെയും ഇവർ കടത്തിക്കൂട്ടി. മുജാഹിദ് പണ്ഡിതന്മാർ അവിടെ മലക്കിനെയും ജിന്നിനെയും കടത്തിയിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. സ്പഷ്ടമാണ്. കഴിഞ്ഞ വർഷത്തെ 2012 മാർച്ചിൽ അബ്ദുൽ ഖാദിർ കരുവമ്പോൾ എഴുതിയ ഒരു ലേഖനം, അത് കംപ്ലീറ്റ് ഇവിടെ വായിക്കേണ്ടതാ. എന്നാലും ചില പ്രധാനപ്പെട്ട ചില വശങ്ങൾ ഞാനിത് വായിക്കാം. അയാൾ എഴുതാം, സ്വലാഹി പറഞ്ഞാലും ഇല്ലെങ്കിലും സൃഷ്ടികളുടെ എല്ലാം കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള അള്ളാഹുവിന്റെ മാത്രം കഴിവുമാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. എങ്ങനെ? സൃഷ്ടികളുടെ എല്ലാം കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ അഭൗതികം, അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം. ഇതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. പ്രാർത്ഥനയുടെ നിർവചനത്തിൽ സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷ എന്ന് പറയുന്നതിൽ മനുഷ്യൻ മാത്രമല്ല ജിന്നുകളും മലക്കുകളും അടക്കമുള്ള സകല സൃഷ്ടികളുടെയും കഴിവുകൾ ഉൾപ്പെടും. ഇതാണ് നാളിന്നുവരെയുള്ള മുഴുവൻ മുവഹ്ഹിദുകളുടെയും വിശ്വാസം. നാളിന്നുവരെയുള്ള തൗഹീദിന്റെ മുഴുവൻ ആളുകളും ഈ വിശ്വാസമാണ് പുലർത്തിയത്. എന്നിട്ട് പറയാം, ഫാത്തിഹ സൂറയെ പറ്റി പറഞ്ഞു, ഇയ്യാക നസ്തഈൻ പറഞ്ഞു, ഞാൻ പരമാവധി ചുരുക്കുകയാണ്. എന്നിട്ട് പറയാം, ഈ സൂക്തം വഴി സഹായം തേടപ്പെടുന്നതിന്റെ പരിധിയിൽ നിന്ന് മനുഷ്യരും ജിന്നുകളും മലക്കുകളും അടക്കം സകല സൃഷ്ടികളെയും അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു. സഹായം തേടപ്പെടുക എന്ന പരിധിയിൽ അവർ വരുന്നില്ല. അത് ശരിയാണ്. അള്ളാഹ്ക്ക് മാത്രമുള്ള ഇസ്തിആനത്ത് അവർ ഒഴിവാക്കിയതല്ല. സഹായം തേടപ്പെടുക എന്ന പരിധിയിൽ നിന്ന് അള്ളാഹു മനുഷ്യരെ മാത്രമല്ല ജിന്നുകളും മലക്കുകളും അടക്കമുള്ള മുഴുവൻ സൃഷ്ടികളെയും അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു. അതിനപ്പുറത്തുള്ളതാണ് ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്ത്. എന്നിട്ട് പറയാം, എന്തുകൊണ്ടാണിത്? പ്രാർത്ഥനയിലൂടെ ചോദിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉത്തരം ചെയ്യുന്ന നിലയിൽ കേൾക്കലും കാണലും അറിയലുമെല്ലാം അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന കേൾക്കലും പ്രാർത്ഥന അറിയലും പ്രാർത്ഥന ഉത്തരം ചെയ്യലും അള്ളാഹിന്റെ മാത്രം കഴിവാണ്. ഇപ്പൊ പറഞ്ഞതോ ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കേൾപ്പിക്കാം. സൃഷ്ടിയുടെ എല്ലാം കഴിവുകൾക്ക് അതീതമായ കാര്യവുമാണ്. സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതം എന്ന് പ്രാർത്ഥനയുടെ നിർവചനം പറയുന്നതിന്റെ പ്രസക്തി ഇപ്പോൾ ബോധ്യമായിരിക്കുമല്ലോ എന്ന് അദ്ദേഹം അമാനി പരിഭാഷയിൽ നിന്ന് ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിന്റെ ഭാഗം അദ്ദേഹം എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് പറയാം, ഫാത്തിഹയിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ നാം ചോദിക്കുന്ന കാര്യങ്ങൾ മഹാന്മാരുടെ മാത്രം കഴിവുകൾക്ക് അതീതമായ കാര്യമാണോ, മനുഷ്യരുടെ മാത്രം കഴിവുകൾക്ക് അതീതമായ കാര്യമാണോ, അതോ മനുഷ്യർ അടക്കം ജിന്നുകളുടെയും മലക്കുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവുകൾക്ക് അതീതമായ കാര്യമാണോ? മനുഷ്യരുടെ മാത്രം കഴിവുകൾക്ക് അതീതം എന്ന് പറയാൻ ശിർക്കിന്റെ ആളുകൾക്കേ കഴിയുകയുള്ളൂ. മനുഷ്യന്മാരുടെ കഴിവ് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തെല്ലാം ശിർക്കാണ് എന്ന് പറയാൻ ശിർക്കിന്റെ ആളുകൾക്കേ കഴിയുകയുള്ളൂ. പിന്നെ പറയാം, അള്ളാഹുവിനോട് മാത്രം എന്ന് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യരുടെ മാത്രം കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ ഉള്ള സഹായത്തേട്ടം എന്നാണോ അത് നിർവചനമായി വരിക? അബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന എന്ത്? ആ സഹായത്തേട്ടം എന്ത്? മനുഷ്യന്മാരെ കഴിവ് അവസാനിച്ചാൽ പിന്നെ ഒക്കെ പ്രാർത്ഥനയായി എന്നാണോ? അതോ മനുഷ്യരും മലക്കുകളും ജിന്നുകളും അടക്കം മുഴുവൻ സൃഷ്ടികളെയും കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ ഉള്ള സഹായത്തേട്ടം എന്നാണോ? മാത്രത്തിന്റെ അർത്ഥം പോലും തിരിയാത്ത പടുജാഹിലുകൾ പുസ്തകം എഴുതുകയും ഇമാം ബുഖാരിയുടെ പേര് പോലും
തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ അറിയാത്ത ആളുകൾ അതിന് അവതാരിക എഴുതുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? എന്നോട് മാത്രം സഹായം തേടുന്നു എന്ന മാത്രം അതിന്റെ അർത്ഥം എന്താന്ന് ഈ പടുജാഹിദിക്ക് അറിയില്ല എന്ന് കരുവമ്പൂരിൽ എഴുതുക. കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം KM മൗലവിയുടെ ഫത്വയിൽ നിന്ന് കുറെ ഉദ്ധരണി എടുത്തു കൊടുത്തു. ശേഷം അദ്ദേഹം പറയാം, സൃഷ്ടികളെ കഴിവിൽ പെടാത്തതും അള്ളാഹുവിന്റെ മാത്രം പ്രവൃത്തി എന്നും പറഞ്ഞാൽ അക്കാര്യത്തിൽ ഉള്ള അപേക്ഷയിൽ മനുഷ്യന്മാരുടെ കഴിവുകൾ മാത്രമേ അതീതമാവുകയുള്ളൂ എന്നും അവരല്ലാത്ത സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതമാവുക ഇല്ലെന്നും പറയാൻ ജിന്ന് പൂജകരോടും ദേവീ ദേവന്മാരോടും അച്ചാരം വാങ്ങിയവർക്ക് മാത്രമേ കഴിയൂ. മനുഷ്യന്മാരുടെ കഴിവ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പ്രാർത്ഥന, ജിന്നിന്റെ കഴിവ്, മലക്കിന്റെ കഴിവ്, അതൊന്നും പറയാനേ പറ്റില്ല. അതിനൊക്കെ അവിടൊക്കെ എല്ലാം ശിർക്കാണ്, എല്ലാം പ്രാർത്ഥനയാണ് എന്ന് പറയണമെങ്കിൽ ജിന്ന് പൂജകരോടും ദേവീ ദേവന്മാരോടും അച്ചാരം വാങ്ങിയ ആളായിരിക്കും മോന്. അല്ലാത്തൊന്നും ഈ പണി എടുക്കൂല, അല്ലാത്തത് പറയില്ല. അത് എന്ന് കഴിഞ്ഞ കൊല്ലം എഴുതിയില്ല, കഴിഞ്ഞ കൊല്ലം എഴുതിയ ലേഖന. ശേഷം അവസാനിച്ചില്ല, അദ്ദേഹം വീണ്ടും പറയാം, മനുഷ്യരുടെ മാത്രം കഴിവിനതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷയെന്ന് പ്രാർത്ഥനയെ പറ്റി മനസ്സിലാക്കിയതും നിർവചനത്തെ ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നതും ഗുരുതരമായ തെറ്റാണ്. സ്വലാഹിയോടോ മറ്റോ ഉള്ള വിരോധം കൊണ്ട് അവര് പറയുന്ന യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുകയും അവിടെ പുതിയ വാദവും നിർവചനവുമാക്കി അട്ടിമറിക്കുന്നതും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ നിർവാഹമില്ല. ഓലൊക്കെ പറഞ്ഞ സത്യത്തെ ഇവിടെ എന്ത് ചെയ്യാണ്? അട്ടിമറിക്കുകയാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ നിർവാഹമില്ല. KKPയെ പോലെയുള്ള പുത്തൻവാദികൾ ഇക്കണക്കിന് ഇനി നമസ്കാരവും നോമ്പുമൊക്കെ പുതിയതാണെന്ന് പറയേണ്ടി വരും. കാരണം ഇതെല്ലാം സ്വലാഹിയും അംഗീകരിക്കുന്നുണ്ടല്ലോ. സക്കറിയ സ്വലാഹിന്റെ വാദം എന്താ? 5 വക്ത് നിസ്കരിക്കണം. അപ്പൊ എന്ത് പറയണം? അത് പുത്തൻവാദാണ് പറയണം എന്ന് എഴുതാം. തെറ്റും ശരിയും നിർണയിക്കുന്നതിന്റെ മാനദണ്ഡം യഥാർത്ഥ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അതിന് വിരുദ്ധമായി സ്വലാഹിയോ മറ്റോ എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എതിർക്കുകയും ചെയ്യണം. പക്ഷെ ഇപ്പൊ അതില്ലാന്നർത്ഥം. പിന്നെ പറയാം, സൃഷ്ടികളെ കഴിവിന് അതീതം എന്നത് പുതിയ നിർവചനമാണെന്നും മനുഷ്യരെ മാത്രമേ ഇവിടെയൊക്കെ മുജാഹിദ് പണ്ഡിതന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും പച്ചക്കള്ളം തട്ടിവിടുന്ന ആളുകൾ വ്യക്തമാക്കണം. മറ്റൊരു ഭാഗത്തേരിയ കഴിഞ്ഞില്ല. പിന്നെയും പറയാം, ജിന്നുകളെയും മലക്കുകളെയും മനുഷ്യരുമടക്കം എല്ലാ സൃഷ്ടികളെയും ഉൾപ്പെടുത്തിയാണ് ഇവിടെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കത് ഇല്ല എന്ന് എഴുതിയിരിക്കുന്നത്. മുജാഹിദ് നേതാക്കൾ നേരത്തെ എഴുതിയ ഈ സൃഷ്ടികളെല്ലാം പ്രാർത്ഥന നിർവചനം പറയുന്ന സൃഷ്ടികളെ കഴിവിനതീതം എന്നതിലും ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിവില്ലായ്മയുടെ ഈ പരിധിയിൽ നിന്ന് മനുഷ്യരല്ലാത്ത ഏതെങ്കിലും സൃഷ്ടിയെ ഒഴിവാക്കുകയോ മനുഷ്യരെ മാത്രം പരിമിതപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ കടുത്ത ശിർക്കിൽ തന്നെയാണ് അകപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്മാരെ മാത്രമേ ഒഴിവുള്ളൂ, ബാക്കിയൊന്നും ഒഴിവില്ലാതെ പറഞ്ഞാൽ ഓൻ കടുത്ത ശിർക്കിലാണ്. അപ്പൊ പിന്നെ ഓന് എത്ര വെളുക്കത്തിച്ചാലും കണ്ണ് കാണൂല, നിലവിളക്ക് ഒന്നാകെ തീ കൊടുത്താലും കണ്ണ് കാണൂല. ശിർക്ക് ഇപ്പൊ അകപ്പെട്ടു എന്ന കരുവമ്പില്ല ഭാഷ. പിന്നെയും പറയാം, ആദ്യകാല മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും പണ്ഡിതരിൽ നിന്നുമാണ് പ്രാർത്ഥനയെപ്പറ്റി ഇത്രയും കൂടുതൽ തെളിവുകൾ ഇവിടെ അക്കമിട്ട് നിർത്തിയിരിക്കുന്നത്. പ്രാർത്ഥന നിർവചനത്തിൽ കഴിവുകൾക്ക് അതീതം എന്ന് പറയുമ്പോൾ ഒരു കാലത്തും മുജാഹിദുകൾ ആരും മനുഷ്യരുടെ മാത്രം കഴിവുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ ഉള്ള അപേക്ഷയാണ് പ്രാർത്ഥനയെന്നും മനുഷ്യർ അല്ലാത്ത സൃഷ്ടികളുടെ കഴിവുകേടുകൾ അതിന്റെ നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും മേൽ തെളിവുകൾ ഓരോന്നും മനസ്സിലെത്തി വായിക്കുന്ന ആർക്കും ബോധ്യമാകും. ഇപ്പോൾ ഇതിനെ പുതിയ നിർവചനമാക്കി അവതരിപ്പിക്കുന്നത് തൗഹീദിൽ നിന്നുള്ള വ്യതിയാനം സംഭവിച്ചത് കൊണ്ടാണ്. ഇത്തരം അബദ്ധങ്ങൾ നിറച്ച പുസ്തകത്തിന് അവതാരിക എഴുതിയ ഹദീസ് നിഷേധിയായ വ്യക്തി മുവഹിദാണെന്ന്
പറഞ്ഞു നടക്കുകയും മുവഹിദുകൾ എന്ന് പറയുന്ന ആളുകൾ ഇത്തരം വ്യക്തികളെ പേര് നടക്കുന്നതും മുസ്ലിം സമുദായത്തിന് അപമാനവുമാണ്. കണ്ടങ്ങൾ എത്ര കൃത്യം. പിന്നെയും പറയാം, സൃഷ്ടികളെയെല്ലാം കഴിവുകൾക്ക് അതീതമാണ് പ്രാർത്ഥന എന്ന അപേക്ഷയിലൂടെ നാം ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന യാഥാർത്ഥ്യം അതിന് നിർവചനത്തിൽ ഉൾപ്പെടുത്തിയാൽ തൗഹീദിന് അടിത്തറ ഇളകുമെന്ന് പറയുന്നവരുടെ ഈമാൻ സാക്ഷാൽ അബൂജാഹിലിന്റെ ഈമാനാണ്. എല്ലാ സൃഷ്ടിനും കഴിവിന് അപ്പുറത്തുള്ള തേട്ടം അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തൗഹീദ് പൊളിയും എന്ന് പറയുന്നവന്റെ ഈമാന് അബൂജഹലിന്റെ ഈമാനാണ്. എന്നിട്ടോ അവനും അവന്റെ പാർട്ടിയും പഠിപ്പിച്ചതും ഇത്തരം വികലമായ തൗഹീദായിരുന്നല്ലോ. അഥവാ പ്രാർത്ഥനയിൽ അവർ അള്ളാഹുവിന് പുറമെ മറ്റു പലരെയും ഉൾപ്പെടുത്തി. സൃഷ്ടികളുടെ എല്ലാം കഴിവുകൾക്ക് അതീതമായ കാര്യമാണത്, അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന തൗഹീദിൽ അവർ മായം കലർത്തി. മനുഷ്യരുടെ മാത്രം കഴിവുകൾക്ക് അതീതമാണെന്നും സൃഷ്ടികളെ എല്ലാം കഴിവുകൾക്ക് അതീതമാണെന്നത് പുതിയ നിർവചനമാണെന്നും തൗഹീദിന് അടിത്തറ ഇളക്കുമെന്നും എഴുതി അഭിനവ അബൂജാഹിലുകൾ ഇസ്ലാമിന്റെ തൗഹീദിൽ ഇന്നും മായം കലർത്തി. ഇവിടെ തൗഹീദിന്റെ അടിത്തറ ഇതോടെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. അപ്പോൾ ഇത്ര കൃത്യമായി കഴിഞ്ഞ കൊല്ലം എഴുതിവിട്ട മനുഷ്യന്മാർ അവരാണ് ഇപ്പൊ നേരെ തിരിച്ച് ഈ എഴുതിയതെല്ലാം മറന്ന് ഘടകവിരുദ്ധമായി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഈ ലേഖനം കംപ്ലീറ്റ് ഇവിടുന്ന് വായിക്കേണ്ടതാ. ആ കോലത്തിലാണ് ഇയാൾ എഴുതിവിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്ത് ഇതിലൊക്കെ എന്താണോ പഠിപ്പിച്ചത് അതിനപ്പുറത്ത് ഒരു വാക്ക് നമ്മളാരും പറഞ്ഞിട്ടില്ല, നമ്മളാരും എഴുതിയിട്ടില്ല, നമ്മളാരും പ്രസംഗിച്ചിട്ടില്ല. എന്നിട്ടും പറയാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാ. അവസാനം ഇയാൾ പറയാം ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാ സൃഷ്ടിയും കഴിവിന് അപ്പുറത്താണ് എന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് പറയാം സൃഷ്ടികളെ എല്ലാം കഴിവുകൾക്ക് അതീതമായ കാര്യമാണിതെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് പ്രാർത്ഥനയുടെ നിർവചനം രൂപപ്പെടുന്നത്. എന്നിരിക്കെ പ്രാർത്ഥനയുടെ നിർവചനത്തിൽ മനുഷ്യന്മാരുടെ മാത്രം കഴിവുകൾക്ക് അതീതമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും അതല്ലാത്ത മറ്റു സൃഷ്ടികളുടെ കഴിവുകൾക്ക് അതീതം അതിന്റെ നിർവചനത്തിൽ ഉദ്ദേശമല്ലെന്നും തട്ടിവിടുന്നത് ഒട്ടും ശരിയല്ല. തൗഹീദി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തോ പള്ളി മിമ്പറിലോ ഇത്തരം വാദഗതിക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പിഴവും ആദർശപരമായ അച്ചടക്ക ലംഘനവുമാണ്. എല്ലാമായല്ലപ്പോ മനുഷ്യന്മാരുടെ കഴിവ് മാത്രമേ ഒഴിവുള്ളൂ, അല്ലാത്തൊന്നും ഒഴിവില്ല എന്ന് പറയുന്നവർ പള്ളി മിമ്പറിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് ആദർശപരമായ അച്ചടക്ക ലംഘനമാണ്. എങ്കിൽ ആരാ അത് പറഞ്ഞത്? മനുഷ്യന്മാരെ മാത്രം ഒഴിവ്, ബാക്കിയൊന്നും ഒഴിവില്ല എന്ന് എം അക്ബർ സാഹിബ് പറഞ്ഞു. നിങ്ങൾ കേട്ടോളി അദ്ദേഹത്തിന്റെ പ്രസംഗം. അവിടെ മുതൽ എല്ലാവരും പറഞ്ഞു. അതിന് അദ്ദേഹം ജിന്നിനെയും വിഷ്ണുവിനെയും കൂട്ടി ജിഷ്ണു എന്ന പുതിയ സാധനം അവതരിപ്പിച്ചു. എന്നിട്ടാണ് ഈ ഇത് അട്ടിമറിച്ചത്. കേട്ടോളി നിങ്ങൾ അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന്. അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാർക്കും അറിയാവുന്നതാണ്. സഹായത്തേട്ടമെന്ന് ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ആ സഹായത്തേട്ടം അദൃശ്യമായ രൂപത്തിലുള്ള സഹായത്തേട്ടമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അവിടെ എവിടെയെങ്കിലും ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിൽ, സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിൽ നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് വളരെ ആത്മാർത്ഥമായി
സ്നേഹത്തോടു കൂടി ചോദിക്കാനുള്ളത്, മനുഷ്യരെ മാറ്റി നിർത്തിയതുപോലെ ആലമുൽ ഗൈബിലെ അദൃശ്യ ലോകത്തെ ജിന്നുകളെയോ മലക്കുകളെയോ ഈ സഹായത്തേട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായി ഏതെങ്കിലും ഒരു തെളിവുണ്ടോ? ഇല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുക, അള്ളാഹു നിരോധിച്ച, അള്ളാഹുവിന് മാത്രമെന്ന് പറഞ്ഞ ഇസ്തിആനത്ത് തന്നെയാണ് ബാക്കിയുള്ളവരോട് നടത്തുന്നത് എന്നാണ്. അഥവാ ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും നടത്തുന്നത് എന്താണ്? ഈ പറഞ്ഞ ലേഖനം കംപ്ലീറ്റ് ഇപ്പൊ ആർക്കാ ബാധകം? മനുഷ്യൻ മാത്രമാണ് ഒഴിവ് എന്ന് ശിർക്കിന്റെ ആളുകൾക്ക് പറയാൻ കഴിയൂ എന്നാണ് കരുവമ്പൊയിൽ പറഞ്ഞത്. അവിടെ അങ്ങോട്ട് നമ്മൾ വായിച്ച ഓരോ പ്രയോഗവും അതെല്ലാം അട്ടിമറിഞ്ഞു ഈ പുതിയ ഫിത്നക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടി. അക്ബർ സാഹിബ് അത് ബോധപൂർവമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ തെറ്റിദ്ധരിക്കുന്നവനായിരുന്നില്ല അദ്ദേഹം എന്നാണ് നമുക്കുള്ള സങ്കടം. എന്നാൽ 2 കൊല്ലം മുമ്പ് അനസ് മുസ്ലിയാർ പ്രസംഗിച്ചതോ ജിന്ന് എന്ത് ചെയ്താലും ഭൗതികമാണ്. ജിന്ന് എന്ത് ചെയ്താലും ഭൗതികമാണ്, മലക്ക് എന്ത് ചെയ്താലും ഭൗതികമാണ്, ഒന്നും അഭൗതികമല്ല എന്ന് അനസ് മുസ്ലിയാർ പ്രസംഗിച്ചു. അതും കൂടി കേട്ടോളി. ഒയ്ബിയായതിനൊക്കെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഒയ്ബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഒയ്ബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബേ, ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുനടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്, നമുക്കും പറ്റുമോ, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ല കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ എന്നെ പറയുന്നുണ്ട് പെട്ടത് അല്ലേ, ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചെടുക്കും. അപ്പൊ കണ്ടു, കൃത്യമായി അന്ന് പ്രസംഗിച്ചു. KNM-ന്റെ വേദിയിൽ നിന്ന് അന്ന് ഇതാ നമ്മളൊക്കെ പ്രസംഗിച്ചത്, ഞങ്ങളൊക്കെ ഇപ്പോഴും അത് പ്രസംഗിക്കുന്നു. എന്നാൽ അന്ന് ജിന്നും മലക്കും അഭൗതികാന്ന് പ്രസംഗിച്ചവരുണ്ട്. അതാരാ? നമ്മുടെ നാട്ടിലെ ഖുറാഫികള്. ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ് എന്ന് അന്ന് പ്രസംഗിച്ചത് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ. അന്ന് അവർക്ക് മറുപടി പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു, ഈ മറുപടി അതൊന്നും അഭൗതികമല്ല, അതൊന്നും വൈബിയല്ല, അതെല്ലാം കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രം, അതിന് അഭൗതികം എന്ന് പറയാൻ പറ്റൂല. അതിന് കുഞ്ഞിന് അതിന്റെ പുസ്തകം നമ്മൾ വായിച്ചു കൊടുത്തു, KM മൗലവിയുടെ പുസ്തകം വായിച്ചു കൊടുത്തു, ഉമർ മൗലവിയുടെ പുസ്തകം വായിച്ചു കൊടുത്തു. അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് നമ്മൾ ഖുറാഫികളെ പഠിപ്പിച്ചു കൊടുത്തു. ഇത് പറയാൻ പാടില്ല. ഇപ്പോഴോ അവിടേക്ക് എത്തി. നെല്ലിക്കുത്ത് മുസ്ലിയാര് അന്ന് പ്രസംഗിച്ചതോ ഇതൊക്കെ അഭൗതികമാണ്. കേട്ടോളി, അവിടേക്ക് അപ്പൊ പോയത്. ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ, അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഇതായിരുന്നു ഖുറാഫികളുടെ വിശ്വാസം അന്നും ഇന്നും. അന്ന് നമ്മൾ പഠിപ്പിച്ചെന്താ? മലക്കിന് സഹായം അഭൗതികം എന്ന് പറയാൻ പറ്റില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതിലെന്ന് പറയാൻ പറ്റില്ല. അത് അവർക്ക് അല്ലാഹു നിശ്ചയിച്ച ഒരു കാര്യകാരണ ബന്ധമുണ്ട്, അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം അവർ ചെയ്യുന്നു, അതിനപ്പുറത്ത് അവർക്കും കഴിയില്ല. അന്ന് ഖുറാഫികളുമായി നമ്മൾ അത് പറഞ്ഞിട്ടാണ് വെട്ടിയത്. ഇനി ജിന്നും മലക്കും അഭൗതികമായ ആളുകൾ പറയേണ്ടത് വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ എന്ന ആയത്തിൽ പറഞ്ഞ സഹായം ഭൗതികമാണോ അഭൗതികമാണോ? പുടിക്കൽ 3-ാം ഗണത്തിൽ ചോദിച്ചിട്ടുണ്ട്,
പക്ഷെ ഉത്തരം പറയാൻ ആരും വരും തോന്നുന്നില്ല. വന്നെങ്കിലേ പറയേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോ സിംബോസിയം വെക്കണല്ലോ, മറുപടി ഒന്നും ഇല്ലാന്നാണ്. ഇനി പുളിക്കത് സിംബോസിയം എന്നാ പിന്നെ അയിമാണ്ട് ഒവായും കൊണ്ട് വോട്ടടിച്ചു വിടാലോ. ഒരു എന്ത് പോസിയം വെച്ചാലും രക്ഷപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഒരിക്കില്ല. അത് ഉറപ്പാ. ഒരു മലായിക്കത്തു ബഅദ ഹീർ എന്ന ആയത്തോതി നെല്ലിക്കുത്ത് പറഞ്ഞു, മലക്കുകളുടെ സഹായം അഭൗതികമാണ്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞു നെല്ലിക്കുത്ത് മുസ്ലിം പറയല്ല, അഭൗതിക സഹായം റബ്ബേ ചെയ്യൂ, അതുകൊണ്ട് ഇതും അഭൗതികമല്ല. ഇപ്പോ ഇവര് പറഞ്ഞൊപ്പിച്ചത് മലക്കിന്റെ സഹായം അഭൗതികമാണ്, ജിന്ന് അഭൗതികമാണ്. അബ്ദുറഹ്മാൻ സലഫി തന്നെ പ്രസംഗിച്ചല്ലോ, ജിന്ന് അഭൗതികമാണ്. കേട്ടോ നിങ്ങള്, സലഫി തന്നെ പറഞ്ഞു ജിന്ന് എന്ത് ചെയ്താലും അഭൗതികമാണ്. ഈ ആയത്തിന് എന്താ ഒരു അർത്ഥം വെക്കുക? ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നു. അപ്പൊ കണ്ടോ, ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. കെ മൊഴി പറഞ്ഞതോ, അദൃശ്യമായ കഴിവ് ജിന്നിനോ മലക്കിനോ ഉണ്ടെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവൻ അതിനെ തന്റെ ഇലാഹാക്കിയിരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ആരോപിക്കുക, നമ്മളെ ജിന്നിനെ ആൾക്കാരാക്കി മാറ്റാ, ജിന്നിനെ പവിത്രത കൽപ്പിച്ച് ജിന്നിന് വലിയ സ്ഥാനം നൽകി, അള്ളാന്റെ സ്ഥാനം, അള്ളാന്റെ പദവി ജിന്നിനെ കൊടുത്തു ഈ മനുഷ്യന്മാർ. എന്നിട്ടാ പറയുന്നത് നമ്മുടെ ജിന്നൂരി, നമ്മുടെ ജിന്നിന്റെ ആള് എന്നുള്ളത്. ഈ കെ എം മൊഴി എന്താണോ എഴുതിയത് അതേ നമ്മളിപ്പോഴും എഴുതുകയും പറയുന്നുമുള്ളൂ. കരുവമ്പോൾ എന്താണോ കഴിഞ്ഞ കൊല്ലം എഴുതിയത് അത് ഇക്കഴിഞ്ഞ ലക്കം മിസ്റാഹി മാസികയിൽ ഈ ലേഖനം അങ്ങനെ തന്നെ നമ്മൾ എടുത്തു കൊടുത്തു, ഒരു ഹർഫ് മാറ്റാതെ. ഈ ലേഖനം അങ്ങനെ തന്നെ കൊടുത്തു, ഒരു മാറ്റമില്ല. എന്നാ കരുവമ്പോയിന്റെ അനുവാദത്തോടു കൂടി ഈ ലേഖനം അങ്ങനെ തന്നെ വിചിന്തനത്തിന് രണ്ടാമത് കൊടുക്കുമോ? ഇതേ രൂപത്തിൽ ഒരു വാക്കും മാറ്റാതെ വിചിന്തനത്തിലോ അൽമലാലോ ഈ ലേഖനം ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ചോദിച്ചു നോക്കി. വേഗത്തിൽ ആർക്കും ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുപ്പിക്കി. ഇസ്രാഹി മാസികയിൽ കൊടുത്തു പുനർവായന എന്ന് പറഞ്ഞ ആ ലേഖനം അങ്ങനെ തന്നെ എടുത്തു കൊടുത്തു. അപ്പൊ മനസ്സിലാക്കിക്കൂടെ ആർക്കാ തെറ്റിയിരുന്നു? അതുകൊണ്ട് നമ്മൾ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തണ്ട, അപകടത്തിൽ പോയി ചാടണ്ട. ഇവിടെ ആരും ശിർക്കിന്റെ വഴിയിലേക്ക് പോയിട്ടില്ല, ജിന്നിനെ വിളിക്കാൻ തുടങ്ങിയിട്ടില്ല, ജിന്നോട് തേടിയിട്ടില്ല, തേടുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ശരിയുടെ വഴിയിലേക്ക് മാറി നിൽക്കാൻ എല്ലാ ഈഗോയും ഒഴിവാക്കി സന്നദ്ധമാകണമെന്ന് മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുന്നു.